അമൽ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപിറ്റൽ ക്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് സിമുലേഷൻ ഗെയിം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള സ്റ്റോക്ക് ഗ്രോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഡിസംബർ 16 മുതൽ 20 വരെയുള്ള ആ ആഴ്ചയിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് ഈ ഗെയിം നടക്കുന്നത്. ഈ വെർച്വൽ സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് സിമുലേഷൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലുള്ള ഷെയറുകൾ വാങ്ങി വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 lakh റുപ്പീസ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരുടെയും സ്റ്റോക്ക് ഗ്രോ അക്കൗണ്ടിൽ വെർച്വലായിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അയാൾക്ക് ഈ ആഴ്ചയിൽ ഷെയർ വാങ്ങുക വെക്കാം. ലാസ്റ്റ് ഗെയിം എൻഡ് ചെയ്യുമ്പോൾ ആരാണോ ടോപ്പ് പൊസിഷൻസിലുള്ളത് അവർക്കാണ് സമ്മാനമുള്ളത്. ആദ്യത്തെ 3 പേർക്ക് 2000 റുപ്പീസോളം വരുന്ന ക്യാഷ് പ്രൈസ് ഉണ്ട്. പിന്നെ താഴെയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ക്യാഷ് പ്രൈസുകൾ കിട്ടും. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമായാൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ പല സ്ഥലത്ത് നടക്കുന്ന ഗെയിമിലൊക്കെ ജോയിൻ ചെയ്യാം. IIT IIMലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. എപ്പോഴും ഗെയിം ഇതിൽ നടന്നുകൊണ്ടേ ഇരിക്കും. അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഗെയിമിൽ ജോയിൻ ചെയ്യാൻ ഉള്ള ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇതിൽ എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ജസ്റ്റ് കാണിക്കാം. ഇതിൻ്റെ കൂടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാകും. ഈ ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേര് കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, കോഴ്സ് എന്നുള്ളിടത്ത് ഇതിന് ചൂസ് ചെയ്യുക. നമ്മുടെ BCom BBA അതിനകത്തുണ്ട്. വേറെ അതിലില്ലാത്തവർ അമൽ കോളേജിലുള്ള ഏത് കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്യാം. വേറെ കോഴ്സ് ഇല്ലെങ്കിൽ BCom BBA എന്നൊക്കെ ചൂസ് ചെയ്താൽ മതി. ഇയർ പാസ് ഔട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ഔട്ട് ആവുന്ന വർഷം നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ നമ്മുടെ കോളേജിൻ്റെ പേര് ഓട്ടോമാറ്റിക് അവിടെ വരും. കാരണം ഇത് നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഗെയിം ഇതൊരു പ്രിലിംസ് റൗണ്ടാണ്. ഒറിജിനൽ നമ്മുടെ സ്ക്വാഡ്രോൺ 4.0 എന്നുള്ള അന്നാണ് ഇത് ഗെയിം നടക്കുക. ക്യാപിറ്റൽ ക്ലാഷ് ഫൈനൽ എന്നുണ്ട് February 10. ഇതതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഗെയിം എന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള പ്രിലിംസാണ്. ദെൻ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഗെറ്റ് OTP കൊടുക്കുക. OTP നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ആപ്പിൻ്റെ പേര് സ്റ്റോക്ക് ഗ്രോ എന്നുള്ളതാണ്. ആ സ്റ്റോക്ക് ഗ്രോ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഈ ആപ്പ് ഒരു വൺ ടൈം അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പിന്നെയും ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ് ഈ സ്റ്റോക്ക് ഗ്രോ എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഗ്രോ എന്നുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ട് ഇതിലുണ്ട്. ഇതാണ് സ്റ്റോക്ക് ഗ്രോ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യുമ്പോൾ ഓപ്പണായി വരും. അപ്പോൾ ഇതിൽ കണ്ടോ പോർട്ട്ഫോളിയോ 10 lakh റുപ്പീസിൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ പെർട്ടിക്കുലർ ഗെയിം നമുക്കിതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗെയിമിൽ നമ്മൾ ജോയിൻ ചെയ്താൽ അത് ഇതിനകത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ സോൺ എന്നുള്ളിടത്താണ് അതുണ്ടാവുക, പ്രിപ്പ് സോൺ എന്നുള്ളിടത്ത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഗെയിം ആയിട്ടുള്ളതാണ് സ്ക്വാഡ്രോൺ 4 ക്യാപിറ്റൽ ക്ലാഷ് എന്നുള്ള ഗെയിം ഇത് ഓൾറെഡി ഉണ്ട്. 14 മണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും എന്നതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കിയാൽ ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇതാണ് ഗെയിമിൻ്റെ ഡീറ്റെയിൽസ്. 3000 ആണ് ക്യാഷ് പൂൾ ടോട്ടലുള്ളത്. നമ്മൾ ആദ്യത്തെ ഇവർക്ക് 2500, ബാക്കിയുള്ളവർക്ക് ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ അവരുടെ പൊസിഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഗെയിമാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിൽ എങ്ങനെയാണ് ഷെയറുകൾ വാങ്ങുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഈ പ്രിപ്പറേഷൻ സോണിലാണ് ഇത് വരിക. ഇതിനകത്ത് ഷെയർ വാങ്ങുന്നത് നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ തന്നെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സ്റ്റോക്സ് എന്ന് കൊടുക്കുക. ആഡ് സ്റ്റോക്സ് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട സ്റ്റോക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസും അതിൻ്റെ ട്രെൻഡ് ഗ്രാഫൊക്കെ കാണാം. ഇതിൽ നിന്ന് ബൈ കൊടുക്കുക. ബൈ കൊടുക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഉണ്ടാവും, ലിമിറ്റ് ഉണ്ടാവും. ലിമിറ്റ് ഓർഡറാണ് എപ്പോഴും ബെസ്റ്റ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ 10 ടാറ്റ മോട്ടോർ വേണമെങ്കിൽ 10, 100 വേണമെങ്കിൽ 100 കൊടുക്കുക. ഏത് പ്രൈസിനാണ് വേണ്ടതെന്നുള്ള ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നത് കാണിക്കും. റെഗുലർ, ബ്രാക്കറ്റ് ഓർഡർ എന്നുണ്ട്. റെഗുലർ എന്ന് കൊടുത്താൽ അപ്പോൾ ജസ്റ്റ് വാങ്ങൽ മാത്രം. ഇനി ബ്രാക്കറ്റ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലോസ് മാക്സിമം എത്ര ലോസ് വരെ നിങ്ങൾ വില്ലിംഗ് ആണെന്നുള്ള ഇവിടെ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ 5000 എന്ന് കൊടുത്താൽ 5000 ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. അല്ലെങ്കിൽ പെർസെൻറ്റേജ് 10 എന്ന് കൊടുത്താൽ 10% ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. അല്ലെങ്കിൽ നമുക്ക് വില മെൻഷൻ ചെയ്യാം. 777 750 ഇട്ടാൽ 750 താഴെ പോയാൽ ഓട്ടോമാറ്റിക്കലി അത് കട്ടായി പോകും. അതേപോലെ ഇവിടെ പ്രോഫിറ്റും നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ 5000 കൊടുത്താൽ 5000 ലാഭം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. പെർസെൻറ്റേജ് 10 എന്ന് കൊടുത്താൽ 10% ലാഭം കിട്ടിയാൽ കട്ടാവും. അങ്ങനെ പ്രോഫിറ്റ് പ്രൈസ് കൊടുത്താൽ ഇപ്പോൾ 777 വാങ്ങിയിട്ട് നമ്മൾ 800 എത്തുമ്പോൾ സെല്ല് ചെയ്യണമെന്ന് കൊടുത്താൽ 800 ആകുമ്പോൾ ഓട്ടോമാറ്റിക് അത് കട്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. റെഗുലർ ആണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മളെപ്പോഴാണോ സെല്ല് ചെയ്യുന്നത് അപ്പോഴേ അത് കട്ടാവുള്ളൂ. ആ രീതിയിലാണ് വരിക. ഇതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ബൈ മാത്രമല്ല ഷോർട്ട് സെല്ല് ചെയ്യുക. നമ്മൾ മാർക്കറ്റ് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഷോർട്ട് സെല്ലിൽ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ മാർക്കറ്റ് കൊടുത്താൽ അവിടുത്തെ പ്രൈസിൽ ചെയ്യാന്നുള്ളതാണ്. ലിമിറ്റ് കൊടുത്താൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ട്രേഡ് നടക്കുക. എന്നിട്ട് നമുക്കിത് എന്താ ഷോർട്ട് സെല്ലും ചെയ്യാം. ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെല്ലാണ് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റ് കുറയുമ്പോൾ തിരിച്ച് വാങ്ങിയിട്ട് കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഗെയിമിൽ രജിസ്റ്റർ ചെയ്യണം. ബികോമിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതല്ലാത്ത അമൽ കോളേജിൽ ഏത് കുട്ടികൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മളെന്ത് ചെയ്യും ചോദിച്ചാൽ ഈ ഗെയിമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഈ ഗെയിമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളും അതിൻ്റെ കൂടെ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.